മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും ആരാധകരുള്ള ഒരാളാണ് ദുൽഖർ സൽമാൻ. അതുകൊണ്ട് തന്നെ മികച്ച ഓപ്പണിംഗുമായിട്ടാണ് അദ്ദേഹം എപ്പോഴും ലഭിക്കാറ്. സമീപകാലത്തായി മറുഭാഷകളിലും സജീവമായ ദുൽഖറിനെ ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ പ്രേക്ഷകർക്ക് അറിയാം. വൻ ഹൈപ്പോടെ എത്തി, എന്നാൽ പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെടുത്ത കിങ് ഓഫ് കൊത്തയായിരുന്നു അവസാന ചിത്രം. പിന്നീട് മറുഭാഷയിൽ വലിയ വിജയങ്ങളുടെ ഭാഗമായെങ്കിലും മലയാളത്തിലേക്ക് ദുൽഖർ ഇനി എന്നെത്തും എന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. ഇപ്പോഴിത് ആ ഒരു ചോദ്യത്തിന് ഉത്തരമെത്തിയിരിക്കുകയാണ്. ദുൽഖർ തന്നെ അടുത്ത മലയാള ചിത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുൽഖറിൻ്റെ കരിയറിലെ 40ാമത്തെ ചിത്രമാണ് മലയാളത്തിൽ ഒരുങ്ങുന്നത്. RDX എന്ന അരങ്ങേറ്റ ചിത്രത്തിലൂടെ വമ്പൻ വിജയവും പ്രേക്ഷക ശ്രദ്ധയും നേടിയ സംവിധായകൻ നഹാസ് ഹിദായത്താണ് D40 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം എന്നും ഇത് സംബന്ധിച്ച് പോസ്റ്ററിൽ ഉണ്ട്. നഹാസ് ഹിദായത്തിൻ്റെ സംവിധാനത്തിൽ ദുൽഖർ അഭിനയിക്കുന്ന ചിത്രം വരുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആക്ഷൻ ഏറെ പ്രാധാന്യമുള്ള RDXലൂടെ കൈതെളിച്ച നഹാസിനൊപ്പം ദുൽഖർ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം. അതേസമയം കരിയറിലെ ഏറ്റവും വലിയ വിജയം തെലുങ്ക് സിനിമയിലൂടെ ദുൽഖറിന് അടുത്ത കാലത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. വെങ്കി അറ്റ്ലൂറി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ ആയിരുന്നു ഈ ഒരു ചിത്രം. പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം കൽക്കി 2898 ADയിലും ഒരു പ്രധാന വേഷത്തിൽ ദുൽഖർ സൽമാൻ എത്തിയിരുന്നു.